യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ആരാധനയിലൊക്കെ ആൾക്കാരുടെ ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്തോട്ട് നോക്കുമായിരുന്നു. മുഖമല്ലേ ഹൃദയത്തിൻ്റെ കണ്ണാടി. അപ്പോൾ ഹൃദയത്തിൽ സന്തോഷമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എവിടെ കാണും? മുഖത്ത് കാണും. ഹൃദയത്തിൽ സന്തോഷമില്ലേ, മുഖം എങ്ങനെ ഇരിക്കും? നിങ്ങൾ തന്നെ പറ, നിങ്ങളുടെ മുഖം എങ്ങനെ ഇരിക്കും? സ്തോത്രം. ലോകത്തിൻ്റെ വിഷയങ്ങളല്ല നമുക്ക് സന്തോഷം തരേണ്ടത്. ലോകത്തിൻ്റെ വിഷയം അതിൽ സന്തോഷം തരത്തില്ലെന്നാണ് വചനം പറയുന്നത്. അതൊരു താൽക്കാലിക സന്തോഷം തന്നാലോ നിലനിൽക്കത്തില്ല. എത്രത്തോളം കർത്താവിൻ്റെ സാന്നിധ്യം ഉള്ളിലുണ്ടോ, വെളിച്ചം ഉള്ളിലുണ്ടോ, വചനം ഉള്ളിലുണ്ടോ, ആത്മാവിൻ്റെ അളവുള്ളിലുണ്ടോ, അത് സന്തോഷം. സ്തോത്രം. ദാവീദ് അതുകൊണ്ട് അത് തുള്ളിച്ചാടി. എല്ലാവരും പാടും. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളൊക്കെ പാടും, ഐ വിൽ ഡാൻസ് ലൈക്ക് ഡേവിഡ് ഡാൻസ്ഡ്. ദാവീദ് പാടിയ പോലെ, ഡാൻസ് ചെയ്ത് പാടിയ പോലെ ഞാനും കർത്താവിനെ എന്ത് ചെയ്യുന്നു? തുള്ളി. അത് ജീവിതത്തിൽ കാണണമെങ്കിൽ ഞായറാഴ്ച മാത്രമല്ല തുള്ളൽ, അല്ലെങ്കിൽ സന്തോഷം. സ്തോത്രം. ഇത് നിലനിൽക്കുന്ന സന്തോഷമാകുമ്പോഴാണ് ഒരാഴ്ച മുഴുവനും നന്ദിയോട് ഹൃദയത്തോടുകൂടി സ്തോത്രം എന്ത് ദൈവം അനുവദിച്ചാലും താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെയുള്ളവർ, നന്ദിയുള്ള ഹൃദയത്തോടുകൂടി ഞായറാഴ്ച ദൈവസന്നിധിയിൽ ഒന്നിച്ച് നമ്മുടെ ഈ ആത്മീയ കുടുംബം കൂടുമ്പോൾ ഇവിടെ ആത്മാവിൻ്റെ തീ കത്തും ദൈവമക്കളെ. ആ സന്തോഷത്തിൻ്റെ ഒരു പൂർണ്ണത, ആ സന്തോഷത്തിൽ എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ബാക്കി ആര് നിറയ്ക്കും? സന്തോഷത്തിൻ്റെ ഉറവിടമാം കർത്താവ് സ്വർഗത്തിൽ സന്തോഷം. അങ്ങനാണ് കവിഞ്ഞൊഴുകുന്ന ഒരു സന്തോഷത്തോടുകൂടി നമ്മൾ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നത്. അപ്പം ഈ ആരാധനയ്ക്ക് സന്തോഷത്തോടുകൂടി ഇരിക്കണമെങ്കിൽ ഒരാഴ്ച അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഒരുങ്ങണം. ജീവിതത്തിൽ പല വിഷയത്തിൽ നമ്മളെ വലയ്ക്കും കുഴയ്ക്കും. ജോലിഭാരങ്ങൾ, കുടുംബ വിഷയങ്ങൾ, അതൊന്നും കർത്താവിനും വിഷയമല്ല. നമുക്കും ഇതുപോലും കർത്താവിന് വിഷയമാണോ? നമുക്കല്ല ഇത് വലിയ വിഷയം. കർത്താവിന് നിസ്സാരമായതുകൊണ്ട് കർത്താവിന് എന്തല്ല, എന്തിനാ ഭാരപ്പെടുന്നതെന്നാ മാർത്തയും മറിയൊക്കെ ചോദിച്ചത്. എന്തുവാ, എന്തിനാ നീ? അല്ലല്ലേ, ഇതൊന്നും ഭാരപ്പെടേണ്ട ഒരു വിഷയമല്ല. ഇനി ലാസർ മരിച്ചാലും, അപ്പൻ മരിച്ച ആളോട് കർത്താവ് എന്തുവാ പറഞ്ഞു? മരിച്ചവർ തൻ്റെ മരിച്ചവനെ നീ എന്നെ എന്ത് ചെയ്യണം? പിൻപറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഫോക്കസ് ആരോടാ? ലോകത്തോടും അല്ല, ലോകത്തിൽ ആരോടുമല്ല. ഫോക്കസ് നമ്മളെ മരണത്തിൽ നിന്ന് വിടുവിച്ച സാത്താൻ ബന്ധിച്ച് നരകത്തിൽ കൊണ്ടുപോകാനിരുന്ന ആ ബന്ധനത്തിൻ്റെ കയറുകളെ മുറിച്ച് നമ്മളെ ക്രിസ്തു എന്ന പാറമേൽ നിർത്തി. ഇന്ന് ഏത് ഭൂതാത്മാവ് വന്നാലും, സ്തോത്രം, ഏത് ക്ഷുദ്രം ചെയ്യുന്നവൻ വന്നാലും, ഏത് മന്ത്രവാദി വന്നാലും, ഏത് അന്യാരാധനക്കാരൻ വന്നാലും അവനെയും കൂടി എന്ത് ചെയ്യണം? അവൻ നിന്നെ കുഴയ്ക്കാൻ നോക്കുമ്പോൾ, ബന്ധിക്കാൻ നോക്കുമ്പോൾ അവനെയും കൂടി ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ ഒരു അഭിഷേകമാണ് ആരുടെ മേൽ പകർന്നിരിക്കുന്നത്. ആണോ? അതിൻ്റെ ഒരു അതോറിറ്റി, അതിൻ്റെ ഒരു പവർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. സ്തോത്രം. അതാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ്, അതാണ് ധൈര്യം. അല്ലെങ്കിൽ ഇതിലേക്കൂടി പോകുന്ന പിശാചുക്കളെല്ലാം നമ്മളെ പോറിച്ചിട്ട് പോവും, ബാധിച്ചിട്ട് പോവും. അവിടെ എല്ലാം നമുക്ക് കരയാനും വളരുവാനുമേ സമയം കാണത്തുള്ളൂ. ഇതൊരു ക്രിസ്തീയ ജീവിതമാണ്. ഇത് മുൻപോട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? മരണം, മരണം, മരണം. അവിടെ ഭൂചലനം, ഇവിടെ ഈ കാട്ടുതീയൊക്കെ കത്തി 6000 പേരെയാണ് വീട്ടിൽ നിന്ന്, 6000 പേരാണ് ഭവനം നഷ്ടപ്പെട്ടിരിക്കുന്നത്. 6000 കുടുംബങ്ങൾ, 6000, 1800 ഭവനങ്ങൾ മുഴുവൻ ചാമ്പലായി. ഇതൊക്കെ എന്തുവാ തെളിയിക്കുന്നത്? മനുഷ്യൻ എത്രത്തോളം ലോകത്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും, മനുഷ്യൻ എത്രത്തോളം ആഡംബരത്തിൽ ജീവിക്കുവാൻ ശ്രമിച്ചാലും, എത്രത്തോളം ഭൂമിയിൽ വലിയവനാകുവാൻ ശ്രമിച്ചാലും, ഇത് ദൈവത്തെ അറിയാതെ, ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ ചാരമായി തീരുമില്ലേ? ബൈബിൾ പറഞ്ഞു, പുഴു തിന്നും, തുരുമ്പിച്ചു പോവും. അതിലല്ല നമ്മുടെ കണ്ണുകൾ വെക്കേണ്ടത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന രക്ഷ, അതിലെ സന്തോഷം. ഓരോ ദിവസവും നിങ്ങൾ എത്ര പേരാണ് പ്രാർത്ഥിക്കുന്നത്? അന്യോന്യം ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. എത്ര പേരാണ് ഈ വർഷം ചില കുടുംബങ്ങൾ ദൈവസന്നിധിയിൽ, എത്ര പേര് കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചു? അല്ലല്ലേ, പ്രാർത്ഥിച്ചവർക്കായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം, സ്തോത്രം. ഇതായിരിക്കണം നിങ്ങളുടെ എൻ്റെ കാര്യം അങ്ങോട്ട് മാറ്റി വെക്ക ദൈവമക്കളെ. ഇത് ജാതികളുടെ പ്രാർത്ഥനയാണ്. അല്ലല്ലോ, കണ്ട മൂർത്തികളെയൊക്കെ സേവിക്കുന്നവർ അവരും പ്രാർത്ഥിക്കുന്ന എന്തുവാണ്? അവരും പ്രാർത്ഥിക്കുന്നുണ്ട്.
അവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് തന്നെ അവർ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ കാര്യം നടക്കണേ, എൻ്റെ കാര്യം അനുഗ്രഹിക്കപ്പെട്ട് നടക്കണേ, എൻ്റെ കാര്യം നടക്കണേ. നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം അതല്ല ദൈവമക്കളെ. കർത്താവ് നമ്മളോട് ചെയ്ത വാഗ്ദത്തം സ്വർഗത്തോളം എത്തിക്കാവുന്ന, കാഹളം ഊതുമ്പോൾ നമ്മൾ ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടില്ലെങ്കിൽ ഈ ലോകം മുഴുവനും സമ്പാദിച്ചിട്ടും വ്യർത്ഥമായി പോകത്തില്ലേ? അത് അത്ര എളുപ്പമല്ല. കർത്താവിൻ്റെ മണവാട്ടിയെ, ചുരുക്കമായിരിക്കുന്ന കർത്താവിൻ്റെ മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസങ്ങളാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്കൊരു ഉദ്ദേശമുണ്ട്. ഈ പട്ടണത്തിൽ, ഈ ജില്ലയിൽ, സ്തോത്രം, പ്രത്യേകിച്ച് ഈ ദേശത്ത് ദൈവമാക്കിയിരിക്കുന്ന സ്ഥലത്ത് അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനാണ്. ആ ചെയ്യേണ്ട ജോലി ചെയ്തില്ലെങ്കിൽ യജമാനൻ വരുന്ന സമയം അടുത്തു, കണക്ക് ചോദിക്കുന്ന ദിവസങ്ങൾ അടുത്തു. ഒന്നും ചെയ്യാതെ മടിയനായിരുന്ന ദാസനെ പോലായി തീരാതിരിപ്പാൻ, നരകത്തിൽ പോകാതിരിപ്പാൻ, നമ്മളെ തന്നെ വീണ്ടും ആത്മാവിൽ എരിവോടുകൂടി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 4-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ 2 ആഴ്ചയായിട്ട് നമ്മൾ ചിന്തിച്ചു. എഫേസ്യ ലേഖനം 4-ാം അധ്യായമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. 10-ാമത്തെ വാക്യം വായിച്ച്. ഇറങ്ങിയത് എന്തിനാ? സകലത്തെയും നിറയ്ക്കുവാൻ. നിങ്ങൾ മനസ്സിലാകണം, ഞാൻ ഇത് തന്നെ ഇത്ര നേരം ഓർപ്പിച്ചത്, നമ്മളെ ഓരോരുത്തരും എന്ത് ചെയ്യാനാ? നിറയ്ക്കുവാനാ. ആ സ്വർഗ മഹിമ വിട്ട്, ദൈവപുത്രൻ എന്നുള്ള സ്ഥാനം വിട്ട് നിന്ദിതനായി തീരുവാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ നമ്മൾ കാണുന്നു 5 വിധ ശുശ്രൂഷ, ഇല്ലേ? ആ ശുശ്രൂഷകൾ മുഴുവനും ചിലരെ കർത്താവ് എന്താക്കി? 11-ാമത്തെ വാക്യം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് ചിലരെ എന്താക്കി നിയമിച്ചു? അപ്പോസ്തലന്മാർ. 5 വിധ ശുശ്രൂഷകൾ ഇവിടെ പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തിനാ കർത്താവ് അത് നിയമിച്ചത്? സ്തോത്രം. നമ്മളെ ഓരോരുത്തരെയും അടുത്ത വാക്യം വായിച്ച് എന്തിനാ നിയമിച്ചത്? 12. എല്ലാവരും വിശ്വാസത്തിനും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവാൻ. നമ്മളെല്ലാവരും, ഇതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗം. കർത്താവ് ഓരോരുത്തരെ ശുശ്രൂഷകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ശുശ്രൂഷ ഒന്നും ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എനിക്ക് ഇപ്പം 4 മക്കളുണ്ട്. 4 മക്കളും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. ഭവനത്തിന് വേണ്ടി ചിന്തിച്ച് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഒരു അപ്പൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്തേ ചിന്തിക്കത്തുള്ളൂ? നമ്മൾ ഇവിടെ അപ്പന്മാരിപ്പുണ്ടല്ലോ. ഉത്തരവാദിത്വം ഇല്ലാത്തവൻ, കുടുംബത്തിനു വേണ്ടി കരുതാത്തവൻ, സ്വാർത്ഥൻ. അവരുടെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ആ മക്കളെ എന്തു ചെയ്യും? ചില അപ്പന്മാർ കാണും, പിന്നെയും ആ മോനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ നല്ല അപ്പന്മാരാ ചെയ്യത്തില്ല. ഒന്നിച്ച് നിന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ഹീ ഈസ് നോട്ട് വിത്ത് ദ ഫാമിലി, അല്ലെ ഷീ ഈസ് നോട്ട് വിത്ത് ദ ഫാമിലി. അത്രയേ ഉള്ളൂ. കുടുംബത്തോടു കൂടി ഇല്ലാത്തവൻ ഇല്ല. സ്തോത്രം. നമ്മുടെ സ്വർഗീയ അപ്പച്ചൻ എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ സ്വഭാവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമാണ്. ആത്മീയ കുടുംബത്തിൽ നമ്മളെ ക്രിസ്തു ആ തല, നമ്മൾ ഓരോരുത്തരും ശരീരമാണ്, അവയവങ്ങളാണ്. നമ്മൾ ആർക്ക് വേണ്ടി നിൽക്കാനാണ് വിളിച്ചിരിക്കുന്നത്? ഏത് കുടുംബത്തിലെ അംഗങ്ങളാണ് ദൈവമക്കളെ? സ്വർഗീയ കുടുംബത്തിലെ അംഗമാണ്. നമ്മുടെ ഫോക്കസ് മുഴുവൻ ഇവിടുത്തെ കുടുംബവും ബന്ധവും എല്ലാം താൽക്കാലികമാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്. വിഷമമാണെങ്കിലും ആ സത്യം മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ. നമ്മുടെ കുടുംബം ഫോക്കസ് എല്ലാം എന്തുവാ? ഇവിടെ നമ്മൾ കണ്ടില്ലേ, എല്ലാവരും ക്രിസ്തു എന്ന തലയോളം വളരുവോളം, എല്ലാവരും ആ തികവനുസരിച്ച് വളരുവോളം, എല്ലാവരും ക്രിസ്തുവിൻ്റെ ഐക്യതയോളം വളരുവോളം, ടു എക്വിപ്പ് ദം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ടു എക്വിപ്പ് ദം ഇൻ ദ പെർഫെക്റ്റിംഗ് ഓഫ് സെയിൻസ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. വിശുദ്ധന്മാരുടെ ഐക്യതയും വിശുദ്ധന്മാർ ആ തികവിൽ വളരുന്നവരെയും അവരെന്ത് ചെയ്യുവാൻ? ട്രെയിൻ ചെയ്യുവാൻ, എക്വിപ്പ് ചെയ്യുവാൻ. അതിനാണ് കർത്താവ് ഈ ശുശ്രൂഷകന്മാരെ എല്ലാം ആക്കിയിരിക്കുന്ന. നമ്മളെയും ദൈവം ശുശ്രൂഷകൾ ഏൽപ്പിച്ചിരിക്കുന്ന അതിനാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, ശുശ്രൂഷ ഇല്ലാത്ത ആരുമില്ല. പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, ക്ഷീണമുള്ളവരുണ്ട്, ആരോഗ്യമുള്ളവരുണ്ട്. ഇതൊന്നും കർത്താവിന് വിഷയമല്ല. സ്തോത്രം. ഇതൊന്നും അനുസരിച്ചല്ല ദൈവം നമ്മളെ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. ശുശ്രൂഷ നമ്മുടെ വിളി അനുസരിച്ചാണ് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത്. അത് ചെയ്ത് തികയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അതാണ് കർത്താവ് കണക്ക് ചോദിക്കാൻ പോകുന്നത്. ഇങ്ങനെ ചില സീരിയസ് കാര്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഓർത്തേരെ പറ്റൂ. ഇപ്പോഴും വിഷമിക്കുന്ന നല്ലതാണ്. പരീക്ഷ വരുമ്പോൾ പഠിക്കാതിരുന്ന്
ഇതൊന്നും ഓർക്കാതിരുന്ന് ചെയ്യേണ്ട അസൈൻമെൻറ്റ്സും ചെയ്ത് പരീക്ഷ വരുമ്പോൾ അയ്യോ വെപ്രാളം പിടിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ കാഹളം ഊതുമ്പോൾ ഓർത്തിട്ട് കാര്യമില്ല. പ്രൈസ്, ഇപ്പോഴാണ് സുപ്രസാദ കാലം, ദൈവം തന്നിരിക്കുന്ന സമയം, അതിനുവേണ്ടി നമുക്ക് പ്രയോജനപ്പെടാം. അപ്പം ഇവിടെ 13-ാമത്തെ വാക്യമാണ് ഏറ്റവും പ്രധാന ഭാഗം. അവിടെ 12-ാമത്തെ വാക്യത്തിൽ 13-ാമത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്നത് എല്ലാവരും ക്രിസ്തുവിൻ്റെ ഐക്യതയിലും ക്രിസ്തുവിൻ്റെ സ്തോത്രം, ക്രിസ്തു എന്ന ശരീരത്തിൻ്റെ സ്തോത്രം, പെർഫെക്റ്റിംഗ് ഓഫ് സെയിൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം തികവ് പ്രാപിക്കുവോളം, ഇല്ലേ, നമ്മളെല്ലാവരും ഐക്യത പ്രാപിക്കുവോളം, ടിൽ ഓൾ ഗ്രോ എന്ന് എഴുതിയിരിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ വളരണം. പാസ്റ്റർ വളർന്നു, ചിലർ വളർന്നു, ചിലർ വളർന്നില്ല. ഐക്യതയില്ല, സഭയിൽ എന്തില്ല? ഈ ദേശത്ത് നമ്മുടെ മധ്യത്തിൽ ദൈവപ്രവൃത്തി നടക്കത്തില്ല. പലപ്പോഴും ഈ മടുപ്പ് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം? കർത്താവിൻ്റെ കൂടെ നടന്നവർക്ക് മടുപ്പില്ലാഞ്ഞതിൻ്റെ കാരണം ഓരോ ദിവസവും ദൈവപ്രവൃത്തിയാണ്. ഓരോ ദിവസവും അവർ അത്ഭുതങ്ങൾ കാണുന്നു, അടയാളങ്ങൾ കാണുന്നു. അവിടെയൊക്കെ എത്രത്തോളം പിശാച് അവിടെ കിടന്ന് കളിക്കുന്നു. ഈ ഒരു പുതിയ നിയമ പ്രവർത്തനം ഇല്ലാതാക്കുവാൻ, ക്രിസ്തുവിനെ കൊല്ലുവാൻ, രക്ഷാപദ്ധതി ഇല്ലാതാക്കുവാൻ, ക്രൂശ് വരെ കർത്താവിനെ കൊണ്ട് എത്തിക്കൽ, അതിനു വേണ്ടിയുള്ള പദ്ധതി മുഴുവനും സാത്താൻ ചെയ്യുന്നു. പരീക്ഷന്മാർ വരുന്നു, പല കാര്യങ്ങൾ തന്നെ പരീക്ഷിച്ച് ചോദിക്കുന്നു. അവിടെ എല്ലാം ജ്ഞാനത്തിലും വിവേചിച്ച് ഉത്തരം കൊടുത്ത് ജയം പ്രാപിച്ച് സാത്താൻ്റെ പദ്ധതികളെ പൊളിച്ച് 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 അവിടെ എല്ലാം ദൈവത്തിൻ്റെ നാമം ഉയർത്തി പിതാവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോയ ആ ശിഷ്യന്മാർക്ക് എന്തില്ലായിരുന്നു? ഒരു മടുപ്പും ഇല്ലായിരുന്നു. അവർക്ക് എക്സൈറ്റ്മെൻറ്റാണ്. അത് നമുക്ക് കാണുമ്പോൾ വിളിച്ചവർക്ക് എന്തുവാ? ആത്മാവുള്ളവർക്ക് എക്സൈറ്റ്മെൻറ്റാണ്. പിന്നെ അവർക്ക് മടുപ്പ് വന്നത് എപ്പോഴാണെന്നറിയാം? കർത്താവ് പോയി പരിശുദ്ധാത്മാവ് വരുന്നതിൻ്റെ ഇടയ്ക്കുള്ളൊരു സമയമുണ്ട്. എമ്മോസിലെ ശിഷ്യന്മാർ മടുത്തു പോയി. പത്രോസ് പോലും എന്ത് ചെയ്തു? മടുത്ത് പഴയ പണിക്ക് പോയി. പത്രോസ് പോയോടുകൂടി ശിഷ്യന്മാർ ബാക്കിയുള്ളവർ എന്ത് ചെയ്തു? എല്ലാവർക്കും മടുപ്പായി. ആത്മാവ് നിറഞ്ഞപ്പോൾ പത്രോസും യോഹന്നാനും ബാക്കിയുള്ളവരൊക്കെ, തോമാസ്ലീഹ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിൻ്റെ രണ്ട് പക്ഷവുമുണ്ട്. തോമാസ്ലീഹായുടെ ഒരു ശിഷ്യനോ എന്തുമായാലും വന്നിട്ടുണ്ട്. ആദ്യകാലം തൊട്ടുള്ള ഇവിടുത്തെ ക്രിസ്തീയ മൂവ്മെൻറ്റിൻ്റെ ഒരു വലിയ തെളിവാണ്. അപ്പം ഡയറക്റ്റ് നമുക്ക് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെയുള്ള തെളിവല്ലാതെ വേറെ തെളിവില്ലാത്തതുകൊണ്ട്, സഭാചരിത്രത്തിൻ്റെ തെളിവല്ലാതെ എന്തുമായാലും ഈ അല്പവിശ്വാസിയായ ഭീരുവായ വിശ്വസിക്കുവാൻ കഴിയാഞ്ഞ കാണാതെ വിശ്വസിക്കാവുന്ന തോമസ് പോലും എന്തു ചെയ്തു? യാത്ര ചെയ്ത് ഈ ഇത്രയും മൂർത്തികളെ സേവിക്കുന്ന ഇത്രയും അന്നത്തെ ബന്ധനം ഒന്ന് ഓർത്ത് നോക്കുക. ഭാരതത്തിൽ വന്ന് അല്ലെങ്കിൽ ഇവിടെ വന്ന് കർത്താവിൻ്റെ വേല ചെയ്യണമെങ്കിൽ, സ്തോത്രം, ഇത്രയും കാസ്റ്റ് സിസ്റ്റവും ഇത്രയും കാര്യങ്ങൾ വല്ലാത്ത ഒരു ക്ലോസ്ഡ് ഒരു അന്ധകാരത്തിൽ, ആചാരത്തിൽ, അന്ധവിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ജനത്തെ യേശുവിൻ്റെ സദ്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവരുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ നിറവും എക്സൈറ്റ്മെൻറ്റും നിന്നില്ല. അവരടുത്ത രാജ്യത്തിലേക്ക് പോയി യാത്ര ചെയ്തല്ലേ ഇവിടെ വരെ വന്നത്. എത്ര രാജ്യങ്ങളിൽ പോയി. അപ്പം സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ, ആ നിറവില്ലെങ്കിൽ മടുപ്പാതേ മക്കളെ. നമ്മളെല്ലാവരും നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ ഈ ഐക്യതയിൽ നിന്നാലാണ് ഈ 2025 ഈ കൂട്ടായ്മ ദ്വാരാ ഇവിടെ വലിയ ദൈവപ്രവൃത്തികൾ നടക്കത്തുള്ളൂ. നമ്മളെല്ലാവരും ഒരുപോലെ നിൽക്കണം. അതുകൊണ്ടാണ് ഐക്യത ഇൻ ദ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ് എന്നൊക്കെ ഇവിടെ എഴുതിയിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മളെ എക്യുപ്പ് ചെയ്യുന്നു. ഈ ഇടയ്ക്കിടയ്ക്ക് കമ്പനികൾ അതിന് IT ഇതാണെങ്കിലും മെക്കാനിക്കലാണെങ്കിലും ട്രെയിനിങ്ങിന് വേണ്ടി നമ്മളെ അവരെ കമ്പനികൾ നമ്മളെ വിളിക്കും. അവരുടെ എൻജിനീയേഴ്സിനെ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ആൾക്കാരെ ട്രെയിനിങ്ങിന് കൊണ്ടുപോയിട്ട് തിരിച്ചു വരും. എന്തിനാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നതെന്നറിയാം? ഇടയ്ക്കിടയ്ക്ക് ഈ നേവി ആർമിയൊക്കെ ആണെങ്കിൽ അവർക്കും ഉണ്ട് ഇതുപോലെ 6 മാസം കൂടുമ്പോൾ ഒരു ട്രെയിനിങ്ങും അതിൻ്റെ ഒരു എക്സാമും ഒക്കെ ഉണ്ട്. എക്സാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു സെക്ഷനിലേക്ക് അവർ കടക്കത്തുള്ളൂ. അപ്പം സർവീസിലും എല്ലായിടത്തും ഉണ്ട്. ബാങ്ക് ഓഫീസേഴ്സിനുണ്ട്, ടീച്ചേഴ്സിനുണ്ട് ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ്. അവർക്കെല്ലാം റിഫ്രഷ്മെൻറ്റ് ട്രെയിനിങ് ഉണ്ട്. എന്തിനാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്? അവരെ ഒന്നുകൂടെ ആ സബ്ജക്റ്റിൽ, അവരുടെ ദൗത്യത്തിൽ അവരെ ഉഷാറാക്കുവാൻ, അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ച് സബ്ജക്റ്റൊക്കെ മറന്നു പോകാതിരിക്കാൻ ട്രെയിൻ ചെയ്യുന്ന പോലെ, എക്യുപ്പ് ചെയ്യുന്ന പോലെ കർത്താവ് നമ്മളെ എന്തിനാണ് ട്രെയിൻ ചെയ്യുന്നത്? നമ്മൾ ആരാ ദൈവമക്കളെ? മണവാട്ടിയാ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിനോട് ചേരുമ്പോൾ ഇപ്പോൾ നമ്മൾ ബൈബിൾ പറഞ്ഞതനുസരിച്ച് ഓട്ടക്കാരൻ, പടയാളി, യുദ്ധം ചെയ്യുന്ന ഒരാളാണ്. പടയ്ക്ക് വിളിച്ചവരെ പ്രസാദിപ്പിച്ചുകൊണ്ട്, മനുഷ്യരെ പ്രസാദിപ്പിക്കാതെ വിളിച്ചവനെ പ്രസാദിപ്പിച്ചുകൊണ്ട് പന്തയം, സ്തോത്രം, പട, ഹാലലിയ, വി ആർ എ സോൾജർ. എൻഡ്യൂർ ഹാർഡ്ഷിപ്പ് നേടിയേക്കുന്ന ഒരു നല്ല പടയാളിയായിട്ട് കർത്താവിന് വേണ്ടി
അതിൻ്റെ പടയാളിയുടെയൊക്കെ നിപ്പ് തന്നെ കണ്ട് അവിടെ നട്ടൽ വളയത്തില്ലെന്നേ. അവർ നിപ്പിന് കൊടുക്കണം. അവർ ട്രെയിൻഡാണ്. ഞാൻ ഇന്നലെ ചില വാക്യങ്ങൾ ഞാൻ സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കുമായിരുന്നു. സങ്കീർത്തനക്കാരൻ സന്തോഷത്തോടെ പറയുന്ന ഭാഗം നമുക്കൊന്ന് വായിക്കാം. 144 സങ്കീർത്തനം 1-ാമത്തെ വാക്യം. Psalms 144 verse 1. എന്റെ പാറയാൽ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കും. സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ ദൈവം വലിയവൻ, പാറയാ. പ്രൈസ് ലോർഡ്. മാറത്തില്ല. നമ്മൾ ഉരുക്കാന്നൊക്കെ പറയത്തില്ലേ, ഒരു മാറ്റവുമില്ല. സോ ഒരു ശക്തിക്കും കർത്താവിൻ്റെ വാക്കിനെ മാറ്റുവാൻ കഴിയത്തില്ല. ആ വലിയവനായ ശക്തനായ അയൺമാനോ എങ്ങനെ വേണം പറഞ്ഞു, സ്തോത്രം, പാറ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയും. ആ വലിയവനായ ദൈവമാണ് എന്നെയും ട്രെയിൻ ചെയ്യുന്നത്. ഒരു ട്രെയിനർ എങ്ങനെയാ, നമ്മുടെ ക്യാപ്റ്റൻ എങ്ങനെയാ, അതനുസരിച്ചല്ലേ നമ്മളും. സ്തോത്രം. അപ്പോൾ എന്നെ ട്രെയിൻ ചെയ്യുന്ന ആൾ പാറയാണ്. ആ കർത്താവ് എന്നെ ട്രെയിൻ ചെയ്യുന്ന യുദ്ധത്തിന് വേണ്ടി. എൻ്റെ കൈകളെ, ഹി ട്രെയിൻസ് മൈ ഹാൻഡ് ഫോർ വാർ. സ്തോത്രം. എൻ്റെ കൈകളെ യുദ്ധത്തിന് വേണ്ടി അഭ്യസിപ്പിക്കുന്നു. ഇതേ സങ്കീർത്തനത്തിൽ തന്നെ വീണ്ടും 18-ാം സങ്കീർത്തനം 34-ാമത്തെ വാക്യം കൂടെ. Psalms 18:34. താമര ചാപം എന്നൊക്കെ പറയുമ്പോൾ ബോ, അല്ലല്ല, അമ്പും വില്ലിൻ്റെ ബോ. അപ്പം താമര, ബ്രോൺസ് കളറിലെ ബോ, അതൊക്കെ ആർച്ചറി, അതൊക്കെ ഭയങ്കര ട്രെയിൻഡ് ആയിരിക്കണം. നമ്മളൊന്ന് പോയി അമ്പും വില്ലും. ഇവിടെ നേരെ ഓപ്പോസിറ്റിലുണ്ട് ഒരു ആർച്ചറി ട്രെയിനിങ് സെൻറ്റർ. നമ്മുടെ ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് അവരുടെ ട്രെയിനിങ് സെൻറ്റർ. അവിടെ IMA ഹോളിൻ്റെ തൊട്ടടുത്താണ്. വെക്കേഷനിലെ പിള്ളേരൊക്കെ വരത്തുള്ളൂ. നമ്മൾ ചുമ്മാ അങ്ങോട്ട് പിടിച്ച് നമ്മളങ്ങോട്ട് ഇതൊന്നും പിടിക്കാനും പറ്റത്തില്ല, വിട്ടാൽ പോകത്തുമില്ല. ഇതിന് എന്ത് വേണം? ട്രെയിനിങ് വേണം. ചെറിയ തോക്കുകൾ തൊട്ട് വലിയ ഗൺ തൊട്ട് അതിൻ്റെയൊക്കെ റീബൗണ്ട്, റീഫയറിങ് ഒക്കെ ഭയങ്കര, എത്രത്തോളം പവർഫുൾ ആ തോക്ക് അതനുസരിച്ചാണ് എൻ്റെ റീബൗണ്ട്. ഇത് പതറാതെ ആ സമയത്ത് തോളിനൊക്കെ ഇടി കിട്ടി താഴെ വീഴാതെ. ചിലർ ആ വെടിവെക്കുന്ന ആ ഇടി തോളിന് കിട്ടി താഴെ വീഴും പുറമോട്ട്. അതിൻ്റെ റീബൗണ്ടാണ്, താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കാലെന്ത് ചെയ്യണം, ആ മുമ്പും പുറമോട്ടും ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ ദേ ട്രെയിൻ ഫോർ ദാറ്റ്. അതൊരു 100 റൗണ്ട് വെടിവെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കൊള്ളേണ്ട അടുത്ത് കൊള്ളുകയൊക്കെ ചെയ്യണം. അത് ഇടയ്ക്കിടയ്ക്ക് ഈ റിഫ്രഷ്മെൻറ്റ് പട്ടാളക്കാർക്ക് കൊടുക്കുന്നെന്ന് പറഞ്ഞ പോലെ അമ്യൂണിഷൻ അല്ലെങ്കിൽ ഇതുപോലുള്ള ആർമറിയിലുള്ളവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കും. സ്തോത്രം. ഇവിടെ കർത്താവ് യഹോവയായ ദൈവം സങ്കീർത്തനക്കാരൻ 2 സങ്കീർത്തനത്തിലാണ് പറഞ്ഞത്, എൻ്റെ കൈകളെ ഈ ആയുധങ്ങളെല്ലാം ഉപയോഗിക്കുവാൻ വേണ്ടി കർത്താവ് ട്രെയിൻ ചെയ്യുന്നു. പഴയ നിയമത്തിൽ അക്ഷരികമായിട്ട് അവർ ശത്രുവായിരുന്നു, മനുഷ്യൻ ജാതികളായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ ശത്രു ആരാ? ഇവിടെ കിടന്ന് കറങ്ങി നടക്കുന്ന പിശാചുകളുണ്ട്, മനുഷ്യനെ ബന്ധിക്കുന്ന പിശാചുകളുണ്ട്. എന്തൊക്കെ രീതിയിലാണ് പിശാചുകൾ ഇവിടെ കിടന്നിട്ട് ചുമ്മാ ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു പ്രാർത്ഥനാ ഹോളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ദൈവമക്കളുണ്ട്, ചുമ്മാ അതിങ്ങനെ റോട്ടിൽ കൂടി പോകുമ്പോൾ ഒരു കുടുംബം അവർ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവർക്കൊരു എന്തുവാണ്, ആ ഒരു വലിയ വിഷമവും, ഒരു നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞു ചൊറിച്ചിലും, ഒരു വിമ്മിഷ്ടവും, ഒരു ആകപ്പാട് നമ്മൾ കർത്താവിൽ സന്തോഷിക്കുന്നു. അതാണ് അവരുടെ വിമിഷ്ടം. പിന്നെ വേറൊരു വിമിഷ്ടം കൂടി പിശാചിനുണ്ട്. യഹോവയായ ദൈവം നമ്മുടെ പാളയത്തിലുള്ളിടത്തോളം അവന് നമ്മളെ തൊടാൻ കഴിയത്തില്ല. അതാണ് അവൻ്റെ അടുത്ത വലിയ വിമിഷ്ടം. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്തുവാ? ഇസ്രായേലിന് 2 അനുഭവങ്ങളും ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ 10-15% എന്ന് കൂട്ടിക്കോ. ഈ ബൈബിളിൻ്റെ അകത്തുള്ള ആ ഒരു കാലഘട്ടം, 4000 വർഷത്തെ ഏകദേശം കാലഘട്ടം വെച്ച് നമ്മൾ നോക്കുമ്പോൾ വളരെ ചുരുക്കം സമയമേ യഹോവയായ ദൈവം ഇസ്രായേലിൻ്റെ പാളയത്തിലുള്ളായിരുന്നു. ബാക്കിയുള്ള സമയം മുഴുവൻ, അതിന് ലോത്തിൻ്റെ കാലഘട്ടമാണേലും അതിനി മുൻപോട്ട് വരുമ്പോൾ 430 വർഷം ഒന്നിച്ച് പേർഷ്യൻ നെബൂഖദ്നേസറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അവരുടെ അടിമകളായിട്ടിരുന്ന കാലഘട്ടമാണെങ്കിലും പല ജാതികൾ, അമാലേക്കർ, ഹിത്യർ, ഹീവ്യർ, അവരുടെയൊക്കെ അടിമകളായിട്ടിരുന്നു. യെരമ്യാവ്, എസ്കേൽ തൊട്ടുള്ള കാലഘട്ടത്തിൽ പൂർണ്ണ അന്ധകാരത്തിലും. പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കൊച്ചു പ്രവാചകന്മാരുടെ കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ ശരിക്കും ഒരു 500 വർഷത്തോളം ഡാർക്ക് ഏജസ്, കർത്താവിൻ്റെ സാന്നിധ്യം എങ്ങുമില്ലാഞ്ഞ, അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിൽ ഇല്ലാഞ്ഞ ഒരു സാഹചര്യം. സ്തോത്രം. അതുകൊണ്ട് അപ്പോഴെല്ലാം ശത്രു അവർ ഈസിയായിരുന്നു, അവരെ ആക്രമിക്കാൻ എന്തുമായിരുന്നു? ഈസിയായിരുന്നു. ബിലയാമിൻ്റെ കാലത്ത് എന്തുവാ ചെയ്തതെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഒരു അഭിഷക്തൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, കുറച്ച് കന്യകമാരെ ഇങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി, അല്ല അവർ പാപം ചെയ്യും. അവരുടെ മധ്യത്തിൽ പാപം എവിടെ ഉണ്ടോ പിന്നെ ദൈവം അവിടെ നിൽക്കത്തില്ല.
ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ പാപം വസിക്കാതെ, പാപം പ്രവേശിക്കാതെ, സ്തോത്രം, ഉറങ്ങിയ സമയത്ത്, ആത്മീയ ക്ഷീണമുള്ള സമയത്താണ് ശത്രു കൊണ്ട് കള വിതയ്ക്കുന്നത്. അതുകൊണ്ട് ആ കള അവിടെ കിടന്ന്, നിങ്ങൾക്കറിയാം, നല്ല ചെടി വളരുന്നതിനേക്കാൾ എളുപ്പം ആ കള വളരണം. അതിനെ ഒന്ന് വളർത്തിയെടുക്കാൻ പെടുന്ന പാട് അതിൽ ഓരോ ചെടി വളർത്തുന്നവർക്കറിയാം. പക്ഷെ കള ആരും നടണ്ട, അതെന്ത് സ്പീഡിലാണ് വളർന്നു വരുന്നതെന്നറിയാം. സ്തോത്രം, കള പെട്ടെന്ന് വളരും ദൈവമക്കളെ. അത് സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ വളരാതിരിപ്പാൻ പാപം പെട്ടെന്ന് വളരും, മടുപ്പ് പെട്ടെന്ന് വളരും, ലോകസ്നേഹവും ദ്രവ്യാഗ്രഹവും പെട്ടെന്ന് വളരും. പക്ഷെ നിങ്ങളൊന്ന് ആത്മാവിൽ നിറവ് പ്രാപിക്കാൻ നോക്കിക്കേ. വർഷങ്ങളൊന്നും എടുക്കത്തില്ല. നമ്മുടെ ഒരുക്കം അനുസരിച്ചാണ്. ഒരുക്കം പെട്ടെന്നാണെങ്കിൽ പെട്ടെന്ന് കർത്താവ് നമ്മളെ നിറയ്ക്കും. അതുകൊണ്ട് കള വളരാനല്ല, ആത്മാവിൻ്റെ ഫലങ്ങൾ വളരുവാനാണല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത്, യഹോവ എൻ്റെ കൈ യുദ്ധത്തിനു വേണ്ടി എന്നെ അഭ്യസിപ്പിക്കും. നമ്മളെ ആത്മീയ പോരാട്ടത്തിനാണ് വിളിച്ചിരിക്കുന്നത്. ശത്രുവിനോട് നേരിട്ട് നേരെ നിൽക്കാൻ. ചിലർ വലിയ വീപ്പളക്കും, ഞാൻ അവനിങ്ങോട്ട് വരട്ടെ. എനിക്ക് ചിലരെയൊക്കെ അറിയാം, എനിക്ക് പലരെയും ഓർമ്മ വരും. ഞങ്ങളുടെ തന്നെ ചില റിലേറ്റീവ്സും ചിലരൊക്കെ, അവനിങ്ങോട്ട് വരട്ടെ, അവനെ ഞാൻ അങ്ങോട്ട് പീരിച്ച് കൈയൊക്കെ അവനെ അങ്ങോട്ട് കമത്തി അടിക്കും എന്നൊക്കെ പറയും. ആരെങ്കിലും മുമ്പിൽ നിൽക്കേണ്ട സമയം വരുമ്പോൾ പിന്നെ ആളെ കാണത്തുമില്ല. പിന്നെ മുറിക്കകത്തുനിന്ന് അല്ലെങ്കിൽ എവിടുന്നെങ്കിലും പാത്തിരിക്കുന്ന സ്ഥലത്തുനിന്ന് വിളിച്ചുകൊണ്ട് വരേണ്ട വരും. എന്നാലും മുമ്പിൽ നിൽക്കുവാൻ ധൈര്യമില്ലാത്ത രീതിയിൽ. ഈ വാചവടിയല്ല കർത്താവിന് വേണ്ടത്. ശത്രു ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ശരിയാക്കും. ശത്രുവിനെ എനിക്കൊരു പേടിയില്ല, എന്നെ പാപം യേശുന്നോ. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ പാപം വരുന്നോ. ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയാം. എത്ര വർഷമായി വിശുദ്ധിയോടുകൂടി നിൽക്കുക. എൻ്റെ തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്കറിയാമോ. അടുത്ത നിമിഷം ശത്രു എന്തു ചെയ്യും? അടിച്ച് താഴെയിടും. അതുകൊണ്ട് നിൽക്കുന്നവൻ വീഴാതിരുപ്പാൻ സൂക്ഷിച്ചു കൊള്ളാനാ ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കും. നമ്മുടെ ബലം കൊണ്ട് കഴിയത്തില്ല ദൈവമക്കളെ. 14 വാക്യത്തിൽ, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. ഈ ഓരോ ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലയുന്നവരെ എന്തുവാ വിളിക്കുന്നത്? 40 വർഷമായാലും 50 വർഷമായാലും 100 വർഷം അതിനുള്ള ആയുസ്സില്ലല്ലോ. അവിടെ എത്ര വർഷമാണേലും ഈ എല്ലാ പ്രസംഗവും പോയി കേൾക്കും. ഏത് പ്രസംഗം കേട്ടാൽ ആമേൻ. എന്ത് മീറ്റിംഗ് ആണേലും ആമേൻ. എന്ത് വചനം കേട്ടാലും അതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കും. ക്രൂശൻ്റെ വചനം കേൾക്കുമ്പോൾ അതിനും ആമേൻ. ഭൗമിക ലോകത്തിൽ നിന്നെ അങ്ങ് അനുഗ്രഹിക്കുക, അതിനും ആമേൻ. ഇങ്ങനെ ചെയ്താൽ, ഇന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഇത് കിട്ടും, അതിനും ആമേൻ. ഇന്ന ധ്യാനത്തിന് പോയി കഴിഞ്ഞാൽ അല്ല അവിടെ നടക്കുന്ന പല കാര്യങ്ങൾ, അതിനും ആമേൻ. ബൈബിൾ എന്തുവാ പറയുന്നത്? അപ്പൂപ്പൻ താടി പോലെ ഇല്ലേ? നിങ്ങൾക്കറിയാം, കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്, എപ്പോഴോ കണ്ടിട്ടുണ്ട്, ഇല്ല അറിയാമെന്നൊക്കെ പറയുന്നു. സ്തോത്രം. പണ്ട് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അറിയാമല്ല, എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്തോ ദൈവമക്കൾ, ഒരു ചെറിയ കാറ്റിൻ്റെ ഒരു അനക്കം മതി, എന്തു ചെയ്യും? അതിങ്ങനെ അങ്ങ് പറക്കും, പിന്നെ അതിങ്ങനെ പറക്കും, പിന്നെ അതിങ്ങനെ. അതല്ലേ ബൈബിൾ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഓരോ കാറ്റിനാൽ, അങ്ങോട്ടുള്ള കാറ്റാണ്, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ്, എങ്ങോട്ട് പോയ കാറ്റാണേ ആ കാറ്റിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇൻഫ്ലുവൻസ്ഡ് ആകുമ്പോൾ, ഈസിലി ഇൻഫ്ലുവൻസ്. ഒരു പുസ്തകം വായിക്കും, ഒരു പ്രസംഗം കേൾക്കും, അങ്ങനെയാണെന്നങ്ങ് വിചാരിക്കും. ഒരു കാര്യം കേൾക്കും, ഒരു യൂട്യൂബിലൊന്ന് കണ്ടു. ഓരോ കാറ്റിനാൽ അലയുന്ന ശിശുക്കൾ. അവർ തിമോത്തിയോസിന് ലേഖനത്തിൽ എഴുതി, 2 തിമോത്തിയോസ് 4:4 വായിച്ചാട്ടെ. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. സത്യവചനം, ക്രൂശൻ്റെ വചനം, അതൊക്കെ ബോറിങ്ങാണ്. അപ്പോൾ നമുക്ക് കോട്ട് വരും എന്നൊക്കെ പറഞ്ഞ് ഫുൾ അങ്ങ് തുറന്നു വരും. ബോറിങ്ങാണ്. അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആത്മാവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ശരീരത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ കെട്ടുകഥകൾ കേട്ടാലോ, പല ടൈപ്പ് പ്രസൻറ്റേഷനുണ്ട്. അതൊക്കെ വലിയ ഇൻട്രസ്റ്റാണ്, വലിയ രസമാണ്. സ്തോത്രം. അത് കേട്ടുകൊണ്ടിരിക്കാനൊരു സന്തോഷമാണ്, രസമാണ്. അങ്ങനെ ഒരു കാലം വരും എന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടെ തിമോത്തിയോസിനെ ഓർപ്പിക്കുന്നു. പൗലോസ് ശക്തമായിട്ട് നിന്നു. തിമോത്തിയോസിനോട് പറയുക, ഞാൻ ആദ്യകാലം ഭയങ്കര ശക്തമായിട്ടുള്ള അഭിഷേകം എൻ്റെ മേലുണ്ടായിരുന്നുകൊണ്ടും വെളിപ്പാടിൻ്റെ ആധിക്യം ഉണ്ടായിരുന്നുകൊണ്ടും ഞാൻ കൃപയാൽ അവസാനം വരെ വിശ്വസ്തമായിട്ട് നിന്ന് ഞാൻ ഓട്ടം തികച്ചു. തിമോത്തിയോസെ, നീ സൂക്ഷിച്ചോളണം. നീ ഈ ബാറ്റൺ എടുത്തുകൊണ്ട്, റിലേ പോലെ ഈ ബാറ്റൺ എടുത്തുകൊണ്ട് എന്നെ ദൈവം ചെയ്ത് ശുശ്രൂഷയേക്കാൾ കൂടുതൽ ശുശ്രൂഷ ചെയ്ത് മുൻപോട്ട് പോകുവാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ നീ ശുശ്രൂഷിക്കാൻ പോകുന്ന ആ ഒരു കാലഘട്ടം അത്ര സുഗമമല്ല. നമുക്കറിയാമല്ലോ, അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് സഭ ക്ഷീണിച്ച് പോയത് നമുക്കറിയാം. അല്ലേ, ഇനി ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഒരു കാലം പോലും ആൾക്കാർക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ദേവദാസോട് സംസാരിക്കുക, ട്രാക്റ്റുകളൊന്നും കൊടുത്താൽ ആർക്കും വായിക്കേണ്ട.
പണ്ട് ട്രാക്റ്റ് കൊടുത്താൽ ഒരു വട്ടം വായിച്ചിട്ടെങ്കിലേ കളയത്തുള്ളൂ. ട്രാക്റ്റ് കൊടുത്താൽ വായിക്കേണ്ട, പരസ്യങ്ങൾ കേൾക്കേണ്ട, ഭവനങ്ങൾ വീട്ടിൽ സന്ദർശനം, കർത്താവിനെ പറ്റി പറയുവാണെങ്കിൽ എന്നോട് ഈ എറണാകുളം പട്ടണത്തിൽ ചില നല്ലപോലെ എനിക്കറിയാവുന്ന അച്ചായന്മാർ എന്നോട് വലിയ സ്നേഹമാണ്, തൊട്ടയിലൊക്കെ ആത്മീയ കാര്യം നമ്മൾ തുടങ്ങുമ്പോഴേ അവർ പറയും എനിക്കിതിനോടൊന്നും താല്പര്യമില്ല പാസ്റ്ററെ. ഒരു 3-4 ലക്ഷം രൂപ 5-6 ലക്ഷം രൂപ ഒക്കെ ഇങ്ങനെ മാസം വരുമാനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാര്യങ്ങളുണ്ട്. പ്രായമുള്ളവരൊക്കെയാണ്. കാശ് ആവശ്യത്തിലധികം ഉണ്ട്. ആരുമില്ല, മക്കളെല്ലാം വെളിയില്ല, അപ്പച്ചനും അമ്മച്ചിയും കാണത്തുള്ളൂ, ആരുമില്ല. ഇതൊക്കെ തീർക്കണ്ടേ ഈ കാശ്? അപ്പം പിന്നെ മീമാജും എന്തെങ്കിലുമൊക്കെ ചെയ്തു ഒക്കെ അങ്ങനെ തീരുന്നില്ല. എന്നിട്ടും അപ്പം എല്ലാം അതുപോലെ ഇപ്പം ജോലിക്കാരെയും വെച്ച് മെയിൻറ്റെയിൻ ചെയ്ത്, വണ്ടികൾ മാറി വീട് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ലോകത്തിലൊരു കുറവുമില്ല. അതുകൊണ്ട് ഇതിനൊന്നും എനിക്കെന്തില്ല, താല്പര്യമില്ല. സോ ഒരു കാലം നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു കാലം, പ്രത്യേകിച്ച് ഈ എറണാകുളം പട്ടണത്തിൽ ആർക്കും കാശിനൊന്നും കുറവില്ല. സത്യം കേൾക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. അവർക്കെല്ലാം മനസ്സുകൾ മാറിപ്പോകുന്ന കെട്ടുകഥകൾ കേൾക്കാൻ ദൈവമക്കൾ പോലും ഈ ക്രൂശൻ്റെ വചനം കേൾക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഉപദേശിമാർ പോലും താല്പര്യപ്പെടുന്നില്ല. ഒരു കാലത്ത് കർത്താവിന് വേണ്ടി നിന്ന ഉപദേശിമാരുടെ കുടുംബവും മക്കളും താല്പര്യപ്പെടുന്നില്ല. അവരെല്ലാം ഫോക്കസ് മാറിപ്പോവുക എങ്ങോട്ടാണ്? അപ്പം തിമോത്തിയോസിനോട് പറയുക, പരിശുദ്ധാത്മാവിൽ നമ്മളോട് പറയുക, ഒരു കാലം വരും സത്യത്തിനാരും ചെവി കേൾക്കാത്ത ഒരു കാലം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ളത് എന്തുവാ? എന്നാൽ ഞാനങ്ങ് ചിന്തിക്കുക, എന്നാൽ ഇപ്പോൾ ആരും സത്യം പ്രസംഗിച്ചാൽ കേൾക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ട്വിസ്റ്റ് ചെയ്ത്, ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്നവരും പ്രസംഗിക്കുന്നവരും അല്ലേ വർഷങ്ങളായിട്ട്, അല്ലാത്ത സബ്ജക്ട്സും. അപ്പം പ്രസംഗിക്കുന്നവർക്ക് വാക്കുകളിട്ട് കളിക്കാനും ആൾക്കാരെ ആകർഷിക്കാനും ഒക്കെ അറിയാമെന്ന് വെച്ചോ. അപ്പം ഞാനും അങ്ങ് ചിന്തിക്കുക, ഒരിച്ചിരി ഫിലോസഫിയും ഒരിച്ചിരി പല തമാശകളും ഒരിച്ചിരി കർണരസമാറും പിന്നെ സയൻസും ഒക്കെ പറഞ്ഞ് നല്ല പോലെ ചിലരൊക്കെ കണ്ടിട്ടില്ല, നല്ലൊരു സയൻസൊക്കെ പ്രസൻറ്റ് ചെയ്ത് സ്തോത്രം. ദൈവവചനം പ്രൂവ് ചെയ്യാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആരും കേട്ടിട്ടില്ലാത്ത പുതിയ പദങ്ങളും ഒക്കെ പറഞ്ഞ്, പുതിയ ടെക്നോളജീസിനെ പറ്റിയൊക്കെ പറഞ്ഞ് കേൾക്കാൻ രസമാണ്. നിങ്ങളപ്പോൾ എല്ലാ ആഴ്ചയും വരും. എന്തിനാണ്? പുതിയ അറിവുകൾ പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ പുതിയ മോട്ടിവേഷണൽ സ്പീക്കിംഗ് കേൾക്കാൻ. സ്തോത്രം. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമുക്ക് വേറെ മാർഗമില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ പൗലോസ് പറയുന്ന പോലെ നമുക്ക് പ്രസംഗിക്കാൻ മറ്റൊന്നുമില്ല. ഇത് പ്രസംഗിക്കുന്ന സമയത്ത് ഞാനും ഓർക്കുക, ഞാൻ മാറിപ്പോയോ എന്ന് എന്നെ തന്നെ ശോധന ചെയ്യണം. നിങ്ങളും എന്ത് ചെയ്യണം? ശോധന. രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് നമ്മളോട് ഇടപെട്ട വചനമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ഉൾനട്ട വചനമുണ്ട്. അതിൽ നിന്ന് മാറിപ്പോകാതെ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കാലഘട്ടം, തീത്തോസിന്റെ ലേഖനത്തിലൊക്കെ പറയുന്ന മാനുഷിക കൽപ്പനകൾ അനുസരിച്ച് മാറിപ്പോകുന്ന കാലഘട്ടം. സ്തോത്രം. ഇവിടെ ഓരോ കാറ്റിനാൽ, 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ കാറ്റിനാൽ അലയുന്ന, അവിടാണ് നമ്മൾ ദൈവം നിർത്തിയിരിക്കുന്നത്. 15-ാമത്തെ വാക്യം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇടറും, സത്യം പറഞ്ഞാൽ പിണങ്ങും. പരിശുദ്ധാത്മാവ് പറയുമ്പോൾ സ്നേഹത്തിൽ എന്ത് ചെയ്യണം? അതിന് എത്രത്തോളം കൃപ നമുക്ക് വേണമില്ലേ? എത്രത്തോളം കൃപ വേണം. നമ്മൾ പലപ്പോഴും ദേഷ്യത്തിന്, നമ്മൾ ഈ കസ്റ്റമർ സർവീസിലിരിക്കുന്നവരൊക്കെ നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ലേ? നിങ്ങൾ ഓരോന്നൊക്കെ പറയും, നിങ്ങൾ പറയുന്നു നിങ്ങൾ പാലിക്കുന്നില്ല. എന്ത്? യെസ് സർ, എനിക്കത് മനസ്സിലാകുന്നുണ്ട്, എന്നാലും ലെറ്റ് മീ ട്രൈ ടു എക്സ്പ്ലെയിൻ. നിങ്ങളത് മനസ്സിലാകണം, കമ്പനിയുടെ സാഹചര്യം ഇങ്ങനെ, ഞങ്ങളുടെ ബസ്സിൽ നമ്മൾ പിന്നെയും അവരെ ചീത്ത വിളിക്കും. എത്ര ചീത്ത വിളിച്ചാലും അവരുടെ കോൾസ് റെക്കോർഡഡാണ്. ആദ്യമേ അവർ ചിലപ്പോൾ നമ്മളോട് പറയും, നമുക്ക് തന്നെ ഒരു ഇൻറ്റിമേഷൻ കിട്ടും, ഈ കോള് നിങ്ങളുടെ ഇത് ട്രെയിനിങ് പർപ്പസിന് വേണ്ടി റെക്കോർഡ്. അതുകൊണ്ടാണ് അവർ ഈ മര്യാദ കാണിക്കുന്നത്. അവരുടെ കോൾസ് റെക്കോർഡ്. അവരുടെ കോൾസ് കുറച്ച് കഴിഞ്ഞ് അവരുടെ ടെക്നിക്കൽ ടീം അല്ലെങ്കിൽ അവരുടെ ടീം ഹെഡ് മോണിറ്റർ ചെയ്യും. അവർ സ്വീറ്റായിട്ട് സ്നേഹത്തോടു കൂടി സംസാരിച്ചില്ല, അവരുടെ ജോലി പോവും. അതുകൊണ്ടാണ്, അല്ലാതെ നമ്മളെ സ്നേഹിച്ചുകൊണ്ടല്ല. ഇവിടെ കാര്യം, അവരും മനുഷ്യരാ. അവരൊരു ദിവസം എന്നോട് പലപ്പോഴും കോൾ സെൻ്റർ ഇരിക്കുന്നവർ പറഞ്ഞു 300 കോൾ വരെ എടുക്കേണ്ടി വരുന്നത്. ഞാനിവിടെ ചില ദിവസങ്ങൾ കൗൺസിലിംഗ് മാത്രമല്ല, അതൊക്കെ വല്ലപ്പോഴും ഒരു കോൾസ് വരുന്നത്. നമ്മുടെ ദൈവമക്കളും നമുക്കറിയാവുന്നവരൊക്കെ വിളിച്ചൊരു 5-6 കോളൊക്കെ ആകുമ്പോഴത്തേക്ക് ഭ്രാന്ത് പോലും. ഞാൻ അങ്ങോട്ടൊക്കെ ചെന്ന് ഹെഡ്ഫോണൊക്കെ ഇട്ട് കോൾ കൂടുമ്പോൾ ഹെഡ്ഫോണൊക്കെ ഇടും. അടുക്കളയിലോട്ട് ചെന്നിട്ട് എന്തെങ്കിലും ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അതിലേക്കൂടി ഇതിലേക്കൂടി ചിലപ്പോൾ പോയി ഒന്നുകൂടെ കുളിക്കും. തലയപ്പോഴത്തേക്ക് എന്തായി തീർന്നു? ഒരു 5-6 കോൾ. അപ്പോൾ ഈ 300 കോൾ ഒരു ദിവസം അറ്റൻഡ് ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന്. അപ്പോഴും കമ്പനി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർ ദേ ആർ ട്രെയിൻഡ് ഫോർ ദാറ്റ്. അവർ വീട്ടിൽ ചെന്നായിരിക്കും, കുടുംബത്തോടൊക്കെ ആയിരിക്കും ഈ പിരിമുറുക്കമൊക്കെ ഇറക്കുന്നത്. ഞാൻ ഈ കോൾ സെൻ്ററൊക്കെ ഇവിടെ പണ്ട് ഒരു 10-32 IT കമ്പനീസ് ഉള്ള സമയത്തും അല്ലാതെ തന്നെ നമ്മൾ സ്ഥിരം അറിയുന്നത് കൗൺസിലിംഗ് ആൾക്കാർ പറയും, ഇവരങ്ങോട്ട് 1 മണിക്കൂർ കഴിഞ്ഞൊരു ബ്രേക്ക് ഉള്ളപ്പോൾ ഇറങ്ങിയിട്ട് ഒരു 5-6 സിഗരറ്റ് അങ്ങോട്ട് വലിച്ച്, ആണുങ്ങളും പെണ്ണുങ്ങളും ഇവിടെ നിന്ന് വലിക്കും.
പണ്ട് ഇവിടെ കമ്പനീസ് ഉള്ളപ്പോൾ നമുക്ക് കാണാമായിരുന്നു. ഇവർ വലിച്ച IT കമ്പനി ജോലി, കോൾ സെൻറ്റേഴ്സിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയാം, അതൊരു കൾച്ചർ, കോൾ സെൻറ്റർ കൾച്ചർ. എന്നിട്ട് അവർ പിന്നെയും തിരിച്ച് കയറും. വായിച്ചേരം നിക്കോട്ടിൻ ചെല്ലുമ്പോൾ ഒരാശ്വാസം. പിന്നെയും അവരെന്ത് ചെയ്യും? സ്വീറ്റായിട്ട് സംസാരിക്കും. എത്ര ദേഷ്യപ്പെട്ട എൻ്റെ അടുത്ത് ചീത്ത വിളിക്കുന്നവർ കാണും, മോശമായി സംസാരിക്കുന്നവർ കാണും, ഇൻസൾട്ട് ചെയ്യുന്നവർ കാണും. അപ്പോഴും അവർക്ക് എന്ത് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ? ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നോട് വായിച്ച വാക്യം, സത്യമേ സംസാരിക്കാൻ പറ്റൂ, അത് സ്നേഹത്തിലേ സംസാരിക്കാൻ പറ്റൂ. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മോട്ടീവ് എന്തുവാ? അവരെ ക്രിസ്തു എന്ന തലയോളം എന്ത് ചെയ്യുക? 3 കാര്യങ്ങളാണ്. സത്യമേ സംസാരിക്കാൻ പറ്റൂ, അത് സൗമ്യതയോടുകൂടിയും സ്നേഹത്തോടുകൂടിയേ സംസാരിക്കാൻ പാടുള്ളൂ. അവർ നമ്മുടെ സംസാരം അവരെ സന്തോഷിപ്പിക്കുവാനല്ല, അവരെ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ. അപ്പം കർത്താവിന് വേണ്ടി സംസാരിക്കുക എന്ന് പറയും. പാസ്റ്ററിന് മാത്രമുള്ള ജോലിയല്ല ദൈവമക്കളെ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി സംസാരിക്കുക എന്ന് പറയുന്നത് എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടും എത്ര കൃപ നിറഞ്ഞ. അപ്പം നമുക്ക് എന്ത് വേണം? അതിനു വേണ്ടി ക്ഷമ വേണം, കൃപ വേണം, അതവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള പരിജ്ഞാനം വേണം, അതിനുള്ളൊരു അതോറിറ്റി വേണം. സ്തോത്രം. നമ്മൾ പോലും പലപ്പോഴും, ഞാൻ പോലും കൗൺസിലിങ്ങിലൊക്കെ ചിലപ്പോൾ ഇതുപോലെ ആൾക്കാർ വിളച്ചിലും കൊണ്ട് വിളിക്കുമ്പോൾ അപ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എന്ത് പ്രശ്നം പറഞ്ഞാലും മണിക്കൂറുകൾ കേട്ട് വിളച്ചിലുകൊണ്ട് വിളിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ വന്നു. നമ്മൾ ചോദിച്ചു പോകും, ദേഷ്യപ്പെട്ട് ചോദിച്ചു പോകും, നീ എന്നെ പഠിപ്പിക്കാൻ വന്നാണോ? നിനക്ക് നിൻ്റെ ചില പ്രശ്നത്തിന് ഇവിടെ ആശ്വാസത്തിന് വന്നാണോ? ഇതെന്തോ ഇവിടെ വേണ്ടത്? നീ പറയുന്നത് കേട്ടോണ്ടിരിക്കാൻ സമയമില്ലെന്നൊക്കെ ചിലപ്പം അതിൻ്റെ എക്സ്ട്രീം ലെവലിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. കാര്യം കുറേ നേരമായി നമ്മളായിട്ട് കളിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പോരും. പക്ഷേ ഇന്നൊന്നുകൂടി വചനം നമ്മളെ ഓർപ്പിക്കുക, കർത്താവിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ മാത്രമേ പറ്റത്തുള്ളൂ? സ്നേഹത്തിൽ മാത്രമേ പാടുള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും ഓർപ്പിക്കുമ്പോൾ ഈ വർഷം നമുക്ക് തീരുമാനമെടുക്കാം. അങ്ങനെ നമ്മളെല്ലാവരും ചെയ്യുമ്പോൾ, കൃപ നിറഞ്ഞു നിൽക്കുമ്പോൾ, അടുത്ത വാക്യത്തിൽ ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചു ഒരു അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സംഖ്യയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച. വലിയ ആഴങ്ങളാണ്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഒരു 10 പ്രാവശ്യം അങ്ങ് വായിക്കും. എല്ലാവരും കൃപ നിറഞ്ഞ് എല്ലാവരും ചേർന്നിരിക്കുമ്പോൾ ജോയിൻ്റ്ലി ഫിറ്റിംഗ് ടുഗദർ എന്നായിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ നമ്മൾ ഒന്നിച്ച് എല്ലാവരും കൃപ നിറഞ്ഞിരിക്കുമ്പോഴാണ്. ഒരാൾ ജഡിക സ്വഭാവത്തോടിരിക്കുവാണെങ്കിൽ അത് നടക്കത്തില്ല ദൈവമക്കളെ. ജോയിൻ്റ്ലി ഫിറ്റിംഗ് ടുഗദർ. എനിക്കിതെല്ലാം ഓർക്കുമ്പോൾ, പലപ്പോഴും ഈ വാക്യം ഓർക്കുമ്പോൾ എനിക്ക് ജിക്സോ പസിലാണ് ഓർക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? എൻ്റെ ഗെയിംസൊക്കെ ഉണ്ട്. പിള്ളേർക്ക് ഇനി ഒരു പൂച്ചയായിരിക്കും, അല്ലെങ്കിൽ ഒരു സീനറി ആയിരിക്കും, എന്തെങ്കിലും നല്ലൊരു പടം. ആ പടം നമുക്ക് ഒരു പേപ്പറിൻ്റെ അകത്ത് തരും, എന്നിട്ട് കുറച്ച് കഷ്ണങ്ങളും തരും. നമ്മളതിങ്ങനെ അങ്ങോട്ട് നിരത്തി വെച്ചിട്ട്, പഴയ പിള്ളേർക്കൊക്കെ, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇതൊന്നും അല്ലല്ലോ. ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെടിവെപ്പാ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്, പിന്നെ അല്ലേ കാർ റേസിങ്, എന്തെങ്കിലും ഇങ്ങനെ കൊച്ചു പിള്ളേർ കൊച്ചു പ്രായത്തിലേ തുടങ്ങും. ഈ ജിക്സോ പസിലിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. ചില കഷ്ടപ്പെട്ട് ബുദ്ധി ചിന്തിക്കുകയും IQ വളരുകയും, അത് ചില കമ്പനികൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചില അധികം കഷ്ണം വരും. ഇത് പലതിങ്ങനെ മുറിച്ച് വരുമ്പോൾ ആ പാക്കറ്റിലേ ആ ഒരു കഷ്ണമില്ല. ഒരു കഷ്ണത്തിന് കുറവുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ആ പൂച്ചയുടെ തല കാണത്തില്ല, കണ്ണ് കാണത്തില്ല, ഒന്നും കാണത്തില്ല, പിന്നെ ആ പിക്ചർ വരുന്നില്ല. സ്തോത്രം. ഒരു കഷ്ണം അവിടെ ചേരാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഈ സഭ മുഴുവനും ഐക്യതയോട് നിന്ന് കഴിഞ്ഞാൽ ദേശത്തിന് ആ പിക്ചർ ക്ലിയറായിട്ട് കിട്ടും. നമ്മൾ ആരാന്നുള്ള പിക്ചർ, നമ്മൾ എന്തിന് ദേശത്താക്കിയിരിക്കുന്നു എന്നുള്ള പിക്ചർ, നമ്മുടെ കുടുംബക്കാരുടെ, വിഗ്രഹാരാധികളായ നമ്മുടെ കുടുംബക്കാരുടെ, അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്ന നമ്മുടെ കുടുംബക്കാരുടെ മധ്യത്തിൽ ആദ്യ ഫലമായിട്ട് നമ്മളെ എന്തിന് വിളിച്ചു എന്നുള്ള പിക്ചർ ഈ ദേശത്ത് വ്യക്തമായി തീരണം ഈ സഭയിൽ കൂടെ. മനസ്സിലായോ നിങ്ങൾക്ക്? അതിൻ്റെ അകത്ത് ഒരാൾ ഇടറി നിന്നാൽ, ഒരാൾ ആത്മാവിൽ ഐക്യതയിൽ നിന്ന് അവിടെ ഫിറ്റാകത്തില്ല. ഒരാൾ കുറഞ്ഞാലും ആ പിക്ചർ വ്യക്തമാകത്തില്ല. ഇപ്പം പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് അർത്തമീസ് ദേവി ആരാധിക്കുന്ന, അന്യാരാധന ശക്തമായി നിൽക്കുന്ന എഫെസോസിലെ സഭയോട് ഈ പിക്ചർ വ്യക്തമാക്കുന്ന ഈ കാര്യം, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്, ഒന്നുകൂടെ വാക്യം വായിച്ചാൽ ദൈവമക്കൾ, അതിനകത്ത് ആഴങ്ങളുണ്ട്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കും. ഓരോ അംഗത്തിന് അതത് വ്യാപാരം, എവ്രി പാർട്ട് ഹാസ് ഇറ്റ്സ് ഈക്വൽ ഷെയർ എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. എവ്രി പാർട്ട്, ഓരോ ഭാഗത്തിനും ഓരോ അംഗത്തിനും അതാത് ഷെയർ ഉണ്ട്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ വ്യാപാരത്തിനൊത്തവണ്ണം
Yes. സന്ധ്യയിലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി Yes, yes. അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കും. സഭ നിങ്ങളോട് പറയണ്ട, പാസ്റ്റർ നിങ്ങളോട് പറയണ്ട നിങ്ങളുടെ ഭാഗം എന്തുവാ. സഹോദര ഉണര്, നിങ്ങളെ ദൈവം ഇതല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്. സഹോദരി ഉണര്, നിങ്ങൾ പാസ്റ്റർ പറയേണ്ട ആവശ്യമില്ല, സഭ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ മനസ്സിലാക്കിക്കോണം നിങ്ങളെ പറ്റിയുള്ള ദൈവഹിതം എന്തുവാ, വിളി എന്തുവാ. എന്നിട്ട് നിങ്ങൾ ഉണർന്ന് നിങ്ങൾ ഐക്യതയോടുകൂടി എവ്രി പാർട്ട് ഹാസ് ഇറ്റ് ഷെയർ. ഇവിടെ ഇരിക്കുന്ന പിള്ളേർ ഓർത്തോണം, ചെറുപ്പക്കാർ ഓർത്തോണം, പ്രായമുള്ളവർ ഓർത്തോണം. അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ എൻകറേജ് ചെയ്യുന്ന പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കുവാനും ഒക്കെ. എവ്രി പാർട്ട്, എല്ലാവർക്കും നിങ്ങളുടെ ഷെയർ ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ വ്യക്തമായി പറയട്ടെ, നിങ്ങൾക്ക് ഷെയർ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കർത്താവ് എന്തുവാ പറഞ്ഞത്, എൻ്റെ രാജ്യത്തിലും നിനക്ക് പങ്കില്ല. അത് കർത്താവ് അങ്ങ് പറയും. അതുകൊണ്ട് നമ്മൾ ഓർത്തോണം, അത് സീരിയസ് കാര്യമായി. ഈ വർഷം പ്രത്യേകിച്ച് കർത്താവിൻ്റെ വരവ് അടുത്തടുത്ത് നിൽക്കുന്ന ആ വർഷം. നമ്മുടെ കാര്യവും ചിന്തിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല ദൈവമക്കളെ. നമ്മുടെ ജോലിയും നമ്മുടെ മറ്റുള്ള വിഷയങ്ങൾ കഷ്ടി നമ്മുടെ വയർ നിറയാൻ മാത്രമായിരിക്കട്ടെ, അത് മതി. വയറ് കൂടുതൽ നിറഞ്ഞു കഴിഞ്ഞ അവസാനം കാഹളം ഊതുമ്പോൾ എടുക്കപ്പെട്ടില്ലെങ്കിൽ അത് ദയാനികമായ ഒരവസ്ഥയാണ്. പത്രോസ് അത് ഓർപ്പിക്കുന്നുണ്ടല്ലോ. 17-ാമത്തെ വാക്യം. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ഇനി രണ്ട് ഗ്രൂപ്പാണ്. ജാതികൾ, ലോകമനുഷ്യർ. അവരെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ചാണ് നടക്കുന്നത്. അവർക്ക് ദർ ഇസ് നോ മീനിങ് ഇൻ ലൈഫ്. ഇതാ ലോകം, ഇവിടെ സന്തോഷിക്കുക, ഇവിടെ ആനന്ദിക്കുക, ഇവിടെ. അവരവരുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നപ്പോൾ നിങ്ങൾ നടക്കല്ല. സ്വന്തം ഞാൻ പറയുന്നത്, അവരുടെ ഫോക്കസ് മുഴുവൻ എന്തുവാ, ഇവിടെ പണക്കാരനാവുക, ഇവിടെ ലക്ഷറീസിൽ ജീവിക്കുക. ജാതികൾ അവരുടെ വ്യർത്ഥ മനസ്സിൽ ചിന്തിക്കുന്ന പോലെ നിങ്ങൾ ചിന്തിക്കല്ല. ജാതികൾ അവരുടെ വ്യർത്ഥ മനസ്സിൽ നടക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യില്ല. രണ്ട് ഗ്രൂപ്പാണ്. കർത്താവിന് വേണ്ടി സ്വർഗത്തിൽ പോകുവാൻ കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് വിളിച്ചവരും, മറ്റേ ഗ്രൂപ്പിൽ ദൈവമക്കളായിരുന്നവർ പോലും കർത്താവിനെ വിളി മറന്ന് ലൗകികരായി തീരുന്ന വേൾഡ്ലി മൈൻഡഡ് ദൈവമക്കൾ ഇല്ലേ. ലൗകികരായ ദൈവമക്കളും ജാതികളും ഒക്കെ ഒരു ഇതിലാണ്. അവരെല്ലാം ഫോക്കസ് ലോകമായിരിക്കുമ്പോൾ നിങ്ങൾ ഇനി തൊട്ടുള്ള വാക്യത്തിൽ താഴോട്ട് അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കാൻ പോകും. നിങ്ങൾ അങ്ങനെ ആയിത്തീരല്ല. നിങ്ങൾ എന്തിനാണ് വിളിച്ചത് എന്ന് പറഞ്ഞിട്ടാണ്. യെസ്. ഇനി നിങ്ങൾ രണ്ട് ഗ്രൂപ്പാണ്. അവർ അന്ധബുദ്ധികളായി, യെസ്, ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അറിയാത്തത് കൊണ്ടല്ല, അറിയുവാൻ ദൈവം അവസരം കൊടുക്കാത്തതുകൊണ്ടല്ല, അറിഞ്ഞുകൊണ്ട് അവർ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന്, ഫ്രം ദ ലൈഫ് ദേ ഹാവ് ബീൻ ഏലിയനേറ്റഡ് ഫ്രം ദ ലൈഫ് ഓഫ് ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജീവനാണ് നമ്മളെയൊക്കെ നിലനിർത്തുന്നത്. മനസ്സിലായോ? ദൈവത്തിൻ്റെ ജീവനാണ് നമ്മളെയൊക്കെ നിലനിർത്തുന്നത്. ആ ജീവൻ്റെ ഞരമ്പ് മുറിഞ്ഞു പോയാൽ, പല്ല് പോലും നിങ്ങൾക്കറിയാമോ, ഈ ഞരമ്പിന് ഭയങ്കര എത്ര ഡോക്ടേഴ്സൊക്കെ ചെയ്യുമ്പോൾ ഞരമ്പ് മുറിഞ്ഞാൽ പിന്നെ അവയവം പറഞ്ഞു വീഴും, അത് നിലനിൽക്കത്തില്ല. ഞരമ്പ് മുറിഞ്ഞാൽ സ്തോത്രം. നമ്മൾ നിൽക്കുന്ന കർത്താവുമായിട്ടൊരു കണക്ഷനിലാണ് ദൈവമക്കളെ നിൽക്കുന്നത്. ഇന്നും നമ്മൾ സന്തോഷത്തോടെ നിൽക്കുന്ന, ഇന്നും പിശാചിനെ വെല്ലുവിളിച്ച്, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ? സ്തോത്ര. പാതാളത്തെയും വെല്ലുവിളിച്ച്, മരണത്തെയും വെല്ലുവിളിച്ച്, മരണത്തിൻ്റെ മേൽ ജയം പ്രാപിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എൻ്റെ ഉള്ളിൽ ആ ജീവൻ്റെ നിറവുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ധകാര ശക്തിനെയും ക്ഷുദ്രശക്തിനെയും അന്യാരാധന ശക്തിനെയും വെല്ലുവിളിച്ച് നിൽക്കുന്നതിൻ്റെ, ജയിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്തുകൊണ്ടാണ് ദൈവമക്കളെ ഒന്ന് പറ. എൻ്റെ ഉള്ളിൽ ജീവൻ, ഇവിടെ എഴുതിയിട്ടില്ല, ദ ലൈഫ് ഓഫ് ഗോഡ്. പക്ഷേ അവരെന്ത് ചെയ്യുന്നു, അവർ ഈ വ്യർത്ഥ ബുദ്ധിയിൽ നടക്കുകയും അവരുടെ കാര്യങ്ങൾ, അവരുടെ പദ്ധതികളൊക്കെ ചിന്തിച്ചു പോകുന്നത് കൊണ്ട്, ലോകത്തിൽ ഫോക്കസ് ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് ദേ ഹാവ് ബിക്കം ഏലിയനേറ്റഡ്, അല്ലെങ്കിൽ ദേ ആർ മൂവിങ് അവേ. അവരെന്ത് ചെയ്യുന്നു, മാറിപ്പോകുന്നു. അവർ മാറിപ്പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരെ പോലെ ആകലെന്ന്. അവർക്ക് അവരുടെ ദൈവത്തെ പറ്റിയുള്ള അന്ധത നിമിത്തം, ഇഗ്നറൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തോട് കളിച്ചു കഴിഞ്ഞാൽ എന്തായിത്തീരും എന്ന് അറിയത്തില്ല അവർക്ക്. ഞാൻ ദൈവത്തെ ഭയന്ന് ജീവിച്ചില്ലെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പനകളെ ഭയന്ന്, സ്തോത്രം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കരേറ്റി ദൈവം പറയുന്നത് പൂർണ്ണമായിട്ട് അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ആ നിത്യ ന്യായവതിയെപ്പറ്റി അവർക്ക് അറിവില്ലാത്തത് കൊണ്ട്, അവരുടെ അന്ധത കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, മാറിപ്പോകുന്നു. നമ്മളങ്ങനാണോ? നമുക്ക് വ്യക്തമായി വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോഴൊക്കെ നമ്മൾ വ്യക്തമായി പഠിച്ച, നമുക്ക് ശരിക്കും ദൈവത്തിൻ്റെ സ്വഭാവം അറിയാം.
ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ കളിപ്പിക്കാൻ നിൽക്കല്ലേ. പിന്നെ പെട്ടെന്ന് വന്ന് ക്ഷമ ചോദിച്ച് കർത്താവേ ക്ഷമിക്കണം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ദൈവമക്കളെ. നമ്മൾ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അറിയാതെ മാറിപ്പോകും. ഇന്ന് നമ്മൾ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, അനേക ദൈവദാസന്മാർ, സഭകൾ, ഒരു കാലത്ത് ശക്തമായി നിന്ന ദൈവമക്കൾ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ അടുത്ത് ഈ പോരാട്ടമുണ്ട്. സാത്താൻ ജീവൻ മാറിപ്പോകുമ്പോഴാണ് മടുപ്പ് വരുന്നത്. ജീവൻ മാറിപ്പോകുമ്പോഴാണ് വളർച്ച ഇല്ലാതായി തീർന്നത്. ഒരു ചെടിയുടെ എവിടെയെങ്കിലും വേര് മുറിയുമോ കമ്പുകൾ മുറിയുമോ ചെയ്യുമ്പോൾ വേരിൽ നിന്ന് ജീവൻ വരാതിരിക്കുമ്പോൾ ഉണങ്ങിപ്പോകും. കുറച്ച് കഴിഞ്ഞാൽ ചെടി എന്ത് ചെയ്യും? ചുക്കുപോലെ ഉണങ്ങി, ജീവനില്ല, അത് ഫലവുമില്ല, ഇലയുമില്ല നിന്ന് അത് വാടിപ്പോകും, നല്ല അത് ഉണങ്ങിപ്പോകും. കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലം കായ്ക്കണമെങ്കിൽ നമുക്ക് ഈ വർഷം തീരുമാനമെടുക്കാം. അനേകരങ്ങനെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് മാറിപ്പോകും. their understandings have been darkened എന്ന് എഴുതിയേക്കുന്നത്. അവർ ചിന്ത അന്ധകാരത്തിൽ പോയി. അവർ അന്ധബുദ്ധികളായ അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴപ്പിച്ചു പോയവർ ഇച്ചിരി കഴിഞ്ഞിട്ട് പിന്നെ എന്തായി തീരും? സ്റ്റബേൺ, ഹാർഡ് ഹാർട്ടഡ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. മനം തഴമ്പിച്ച്. ഇനി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടാലും അവർക്ക് മനസ്സിലാകത്തില്ല. കർത്താവ് അടിച്ചാൽ പോലും എന്തു ചെയ്യത്തില്ല. യേശു കർത്താവ് താൻ തന്നെ എന്തു ചെയ്തു? അപ്പം എടുത്ത് വായിൽ വെച്ച് കൊടുത്തു യൂദാസിനോട്. എന്നിട്ട് പറഞ്ഞു, എന്നെ ഒറ്റ കൊടുക്കാൻ പോകുന്നവൻ. എന്നിട്ട് മനസ്സിലായോ? വീണ്ടും കാലുകൾ ശുശ്രൂഷ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച യോഹന്നാൻ സുവിശേഷത്തിൽ അവിടും പറയുന്നുണ്ട്, ഞാൻ ഈ കാല് കഴുകുമ്പോഴും അവൻ്റെയും കാല് കഴുകുന്നുണ്ട്, എന്നെ ഒറ്റ കൊടുക്കാൻ പോകുന്നവൻ. എന്നിട്ടും അവൻ എന്തായി തീർന്ന? പണം എനിക്ക് കിട്ടും, കാശ്, 30 വെള്ളിക്കാശ്, ഇങ്ങനെ ഡോളർ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തിളങ്ങി ബ്ലിങ്ക് ചെയ്ത് നിന്നുകൊണ്ട് അവൻ ആരെ ഒറ്റ കൊടുക്കുന്നു പോലും മറന്നുപോയി. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടാൽ പോലും മനസ്സിലാകാത്ത രീതിയിൽ ഹൃദയം കഠിനപ്പെട്ടു പോവും. ജീവൻ പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പ്രാപിക്കുവാൻ കഴിയാത്ത രീതിയിൽ മനസ്സ് തഴമ്പിച്ചു പോവും. വായിച്ച 20-21. നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പലരും കടമാറാനായിരിക്കും വന്നത്, എന്തെങ്കിലും അത്ഭുതം നടക്കാനായിരിക്കും വന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവർ കാര്യം സാധിക്കാനായിരിക്കും ദൈവസന്നിധിയിൽ വന്നത്. എഫെസോസ് സഭയോട് പറയുക, നിങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനല്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വളരെ വ്യക്തമായിട്ട് എന്തിനാ ഫോക്കസ് കൊടുക്കേണ്ടത്, എന്തിനാ പ്രാധാന്യത കൊടുക്കേണ്ടത്, എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ആഗ്രഹിക്കേണ്ടത്, നിങ്ങൾ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. അത് മനസ്സിലാകാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. നല്ല വചനം തന്നാണ് ദൈവം നിങ്ങളെയൊക്കെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. അതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് എഫെസോസ് സഭയെ ഓർപ്പിക്കുക, നിങ്ങളിങ്ങനല്ല ക്രിസ്തുവിനെ പറ്റി പഠിച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ പഴയ മനുഷ്യനെ താഴോട്ടുള്ള വാക്കുകൾ അടുത്ത ചിന്തിക്കുക. പഴയ മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തികളെ ഉരിഞ്ഞു കളഞ്ഞ്. ഇത് പെട്ടെന്ന് അങ്ങോട്ട് പോകത്തില്ല. ഈ പറയാം 1 2 3 പഴയ മനുഷ്യനെ ഊരി പുതിയ മനുഷ്യനെ ധരിച്ചു. അങ്ങനല്ല. ഇത് ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് എന്നെ പണിതുകൊണ്ടിരിക്കുക. പിന്നെയും ചിലപ്പം വീണ്ടും ആ കുറവ് വരാൻ ചിലപ്പോൾ ദൈവം അനുവദിച്ചു കൊണ്ടായിരിക്കും നമ്മളെ വേദനയോടുകൂടി കണ്ണുനീരോടുകൂടി ഓർപ്പിക്കുന്ന. സാംസ, ഇനി ഈ വിഷയം നിൻ്റെ ജീവിതത്തിൽ വേണ്ട, ഇനി നീ ആ വിഷയത്തിലേക്ക് കടക്കല്ല. സ്തോത്രം. അങ്ങനെ നമ്മളെ വേദന തന്നും, ഹല്ലേലൂയ, യെസ്, ഓരോ കാര്യങ്ങൾ അത് മനസ്സിലാക്കി എന്തിനാ പ്രാധാന്യം, നമ്മൾ ലോകത്തിൽ സ്നേഹിക്കുന്ന ചില വിഷയങ്ങൾ അതിൽ നിന്ന് നമുക്ക് വേദന തന്നു, അത് വേണ്ട എന്ന് പറഞ്ഞു. ഓരോ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആഗ്രഹത്തെ പോലും മാറ്റി, ആഗ്രഹിക്കേണ്ടത് ആഗ്രഹിപ്പിക്കുവാൻ, സ്തോത്രം, എൻ്റെ ഫോക്കസ് മാറ്റുവാൻ, എൻ്റെ ഹല്ലേലൂയ പ്രാർത്ഥനാ വിഷയങ്ങൾ മാറ്റുവാൻ, എൻ്റെ കാഴ്ചപ്പാട് മാറ്റുവാൻ, സ്തോത്രം, കർത്താവ് എൻ്റെ ജീവിതത്തിൽ പണിതുകൊണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇത് വല്ലതും ആണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എഫെസോസ് സഭയെ ഓർപ്പിക്കുക, നിങ്ങൾ നിൽക്കുന്നൊരു പോരാട്ട കളത്തിലാണ്, നിങ്ങൾ നിൽക്കുന്ന ശത്രുവിനോട് ഫേസ് ടു ഫേസ് യുദ്ധത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് എന്തു ചെയ്യണം? പുതു മനുഷ്യനെ അതിൻ്റെ പ്രവൃത്തികളെയും ധരിക്കുവാൻ കർത്താവ് ഈ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഈ വർഷം കർത്താവേ പ്രൈസ് ലോർഡ്, തിടുക്കത്തിൽ ആ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. അതനുസരിച്ച് ആത്മനിറവ് പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കർത്താവിൽ സന്തോഷിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ഒരു സന്തോഷമുണ്ട്. അത് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ഫലം എന്തുവാ? വലിയ സന്തോഷമാണ്. ഞാൻ കൂടുതൽ കർത്താവിന് പ്രസാദമായി തീരുമ്പോൾ, പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഫുള്ളി പ്ലീസിങ് ഹിം, പൂർണ്ണ പ്രസാദമായി തീരുമ്പോൾ അതനുസരിച്ച് ആ സന്തോഷം. അല്ലെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ ഒരു മാസം വരുമാനം ഉണ്ടെങ്കിലും
സന്തോഷം കാണത്തില്ല ദൈവമക്കളെ. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ്. എന്നെ വിളിച്ച വിളി അനുസരിച്ച് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷം കാണുന്നു. കർത്താവ് പറയുന്നത് മനസ്സിലാകുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഇത് എഫെസോസ് സഭ മാത്രമല്ല, നമ്മളും നിൽക്കുന്നത് അർത്തമീസിനേക്കാൾ വലിയ ദേവിയുടെ ശക്തിയുടെ ദേശത്താണ് നിൽക്കുന്നത്. അന്യാരാധന ജാതികൾ ഭയങ്കരമായിട്ട് അതിൽ വർദ്ധിച്ചു വരും. ഇപ്പോൾ എല്ലാ മതത്തിലും ഭയങ്കരമായിട്ട് ടീച്ചിങ്സ് ഉണ്ട്. അവരെ ഭയങ്കരമായിട്ട് പഠിപ്പീരുകൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുവാൻ ഒക്കെ അവർ പ്രവർത്തിച്ചു വരുമ്പോൾ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി എത്ര പേരെ ഒരാഴ്ച ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ കഴിയും? ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ പിതാവ് ആകർഷിക്കണം. പക്ഷേ ഇങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ, ആകർഷിക്കുവാൻ എത്ര പേരെ നമ്മുടെ ജീവിതം കണ്ട് ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്നു? നമുക്ക് തന്നെ ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയുവാൻ കിട്ടുന്ന സമയത്ത് ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ വചനത്താൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ.